അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ മാ ബഅദ്. പ്രിയമുള്ള വിശ്വാസികളെ, സുഹൃത്തുക്കളെ, ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ഏറ്റവും വലിയ അടയാളം അവൻ ഉന്നതമായ സ്വഭാവങ്ങളുടെ ഉടമസ്ഥനായിരിക്കും എന്നതാണ്. അതിലേറ്റവും പ്രാധാന്യത്തോടുകൂടെ ഇസ്ലാം പഠിപ്പിച്ച ഒന്നാണ് ഇണക്കത്തോടുകൂടെ ജീവിക്കുക എന്നത്. അൽ മുഅ്മിനു യഅ്ലഫു വയുഅ്ലഫു വലാ ഖൈറ ഫീ മൻ ലാ യഅ്ലഫു വലാ യുഅ്ലഫ്. ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ ഇണങ്ങുന്നവനും പെട്ടെന്ന് ഇണക്കപ്പെടുന്നവനുമാണ്. ഇണങ്ങാത്തവരിലും ഇണക്കപ്പെടാത്തവരിലും യാതൊരുവിധ ഖൈറുമില്ല എന്ന് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. ചിലർ സ്വമേധയാ ഇണക്കമുള്ളവനായിരിക്കും, എല്ലാവരോടും സൗമ്യമായിക്കൊണ്ട് പെരുമാറുന്നവനായിരിക്കും. എന്നാൽ ചിലരാകട്ടെ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ പരിക്കമായിക്കൊണ്ട് പെരുമാറുന്ന, എന്തെങ്കിലും പറയുമ്പോഴേക്കും പെട്ടെന്ന് പിണങ്ങുന്ന, ആ പിണക്കം വർഷങ്ങളോളം തെറ്റി നിൽക്കുന്നതിലേക്ക് നയിക്കുന്ന അവസ്ഥയൊക്കെ പൊതുവെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത്തരക്കാർ വലിയ വില നാളെ പരലോകത്ത് കൊടുക്കേണ്ടി വരുമെന്ന ഗൗരവം നമുക്കുണ്ടാകേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഇണക്കമുണ്ടാക്കുവാൻ പല കാര്യങ്ങളും ശ്രദ്ധിക്കുവാൻ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. അതിലേറ്റവും പ്രാധാന്യപ്പെട്ട ഒന്നാണ് എല്ലാവരോടും പുഞ്ചിരിയോടുകൂടെ സമീപിക്കുക എന്നത്. ലാ തഹ്കിറന്ന മിനൽ മഅറൂഫി ഷൈഅ. കൂട്ടരെ, നിങ്ങൾ ഒരു നന്മയെയും ചെറുതായി കാണരുത്. വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ തൽഖിൻ. നല്ല സുസ്മേരവദനായി പുഞ്ചിരി നിറഞ്ഞൊരു മുഖവുമായി നിന്റെ സഹോദരനോട് നീ അഭിമുഖീകരിക്കുന്നത് പോലുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. പ്രവാചകനെ കഴുത്തിൽ പരുക്കൻ ഷാളിട്ട് വലിച്ച അറാബിയോട് പോലും പുഞ്ചിരിച്ചുകൊണ്ട് നിനക്കെന്താണ് വേണ്ടത് സുഹൃത്തെ എന്ന് ചോദിച്ച പ്രവാചകനെ നമുക്ക് കാണാൻ കഴിയും. നമുക്കങ്ങനെ സാധിക്കാറുണ്ടോ എന്നുള്ളത് വളരെ ഗൗരവത്തിൽ നാം ചിന്തിക്കേണ്ടതുണ്ട്. രണ്ടാമതായി കൊണ്ട് പറഞ്ഞത് പരസ്പരം മനസ്സറിഞ്ഞ് സലാം പറയണമെന്നാണ്. നമ്മളൊക്കെ സലാം പറയാറുണ്ട്, പക്ഷെ നിനക്ക് അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന അർത്ഥം മനസ്സിൽ തട്ടിയിട്ടാണോ പറയുന്നത് എന്ന് നല്ലോണം ആലോചിക്കണം. ശരിക്കും അങ്ങനെ പറയുന്ന ഒരാൾക്കൊരിക്കലും പിണങ്ങാൻ കഴിയുകയില്ല എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മൂന്നാമതായി കൊണ്ട് പറഞ്ഞു, കൈകൾ കൊടുക്കണം. മാമിൻ മുസ്ലിമൈനി യൽതഖിയാനി ഫയതസാഫഹാനി ഇല്ലാ ഗുഫിറ ലഹുമാ ഖബല അൻ യഫ്തരിക. പ്രവാചകൻ പറഞ്ഞു, രണ്ടു പേർ പരസ്പരം കണ്ടുമുട്ടി മുസാഫഹത്ത് നടത്തുമ്പോൾ അവർ പിരിഞ്ഞു പോകുന്നതിന് മുൻപ് അവരുടെ ചെറുപാപങ്ങളൊക്കെ പൊറുക്കപ്പെടുമെന്നതാണ്. നാലാമതായി കൊണ്ട് പറഞ്ഞു, നല്ല ഇണക്കത്തോടുകൂടെ ജീവിക്കാനുള്ള വഴിയായി നല്ല വാക്ക് പറയണമെന്നതാണ്. ഖുല്ലി ഇബാദി യഖൂലു ലതി ഹിയ അഹ്സൻ. നീ എൻ്റെ അടിമയോട് പറയണം അവർ നല്ല നിലക്ക് സംസാരിക്കട്ടെ എന്നാണ്. എന്തു പറയുമ്പോഴേക്കും ചിന്തിച്ചുകൊണ്ട് സംസാരിക്കണം. ഇപ്പോൾ ഇങ്ങനെ ഇന്ന ആളോട് ഈ രൂപത്തിൽ പറഞ്ഞാൽ എന്തായിരിക്കും അവന് കരുതുക, എന്തായിരിക്കും അതിന്റെ പരിണിത ഫലം ഉണ്ടാവുക എന്ന് ചിന്തിച്ച് മനസ്സിലാക്കിക്കൊണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ കഴിയണമെന്നാണ്. കാരണം നമ്മൾ എന്തെങ്കിലും പറയുമ്പോഴേക്കും പിശാചത് പല രൂപത്തിൽ വ്യാഖ്യാനിക്കുവാനും അവന്റെ മനസ്സിൽ ഇട്ടുകൊടുക്കുവാനും തയ്യാറായി നിൽക്കുന്നുണ്ട് എന്ന് അതിന്റെ ബാക്കി ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാലും സുഹൃത്തുക്കളെ, എത്ര ശ്രദ്ധിച്ചു കഴിഞ്ഞാലും പിണങ്ങുക എന്നുള്ളത് ഒരു പക്ഷെ സ്വാഭാവികമായിരിക്കും. പിണക്കങ്ങൾ സംഭവിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ ഇണങ്ങാൻ പെട്ടെന്ന് പരിശ്രമിക്കണമെന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. അതിന് വിശാലമായി കൊണ്ട് മാപ്പ് കൊടുക്കാൻ കഴിയണമെന്ന് അള്ളാഹു പറഞ്ഞു. ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫ് വഅരിദ് അനിൽ ജാഹിലി. നിങ്ങൾ മാപ്പിനെ സ്വീകരിക്കണമെന്നാണ്. തെറ്റ് പറ്റാത്തവരായി ആരുമില്ലല്ലോ. നമുക്കും പലപ്പോഴും തെറ്റുകൾ പറ്റുക സ്വാഭാവികമാണല്ലോ. നമുക്കെന്തെങ്കിലും തെറ്റുകൾ പറ്റിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മറ്റുള്ളവർ പുറത്തു തരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെങ്കിൽ മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കുവാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വൽയഅഫു വൽയസ്ഫഹു അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും. നിങ്ങൾ അവർ മാപ്പ് കൊടുക്കട്ടെ, അവർ വിശാലത കാണിക്കട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ എന്നതാണ്. അതുകൊണ്ട് ഇർഹമൂ തുർഹമൂ വഗ്ഫിറൂ യുഗ്ഫർ ലക്കും. നബിതങ്ങൾ പഠിപ്പിച്ചല്ലോ, നിങ്ങൾ മറ്റുള്ളവരോട് കരുണ കാണിക്കുക, നിങ്ങൾ കരുണ ചെയ്യപ്പെടും. നിങ്ങൾ മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കുക, നിങ്ങൾക്ക് അള്ളാഹും പുറത്തു തരുമെന്നതാണ്. അതുകൊണ്ട് എല്ലാവരോടും മാന്യമായി കൊണ്ട് പെരുമാറാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ സ്വാഭാവികമാണ്. പിണങ്ങുമ്പോൾ നമ്മൾ അത് പുറത്തു കൊടുക്കാനും വിട്ടുകൊടുക്കാനും ഒക്കെ മാനസികപരമായി കൊണ്ട് തയ്യാറാവുക എന്നതാണ് സൂചിപ്പിക്കുവാനുള്ളത്. പിണക്കത്തിലേക്ക് നയിക്കുന്ന ഒന്നും തർക്കം പോലെയുള്ള സംഗതികളൊക്കെ പരമാവധി നമ്മൾ വിട്ടുനിൽക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. ഏതായിരുന്നാലും ഇൻഷാ അള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ഒരു കാര്യത്തെ നെഞ്ചോട് ചേർത്ത് എല്ലാവരോടും നല്ല ബന്ധം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ
സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക, നേർവഴി. Peace Radio. Tune to reality.